ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന തിരുവചന ഭാഗം പ്രഭാഷകൻ്റെ പുസ്തകം 44-ാം അധ്യായമാണ്. 44-ാം അധ്യായത്തിൽ പ്രധാനമായിട്ടും 23 വാക്യങ്ങളാണ് ഉള്ളത്. പിതാക്കന്മാരുടെ മഹത്വത്തെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ആദ്യത്തെ ഹെഡിങ് പിതാക്കന്മാരുടെ മഹത്വം എന്നാണ്. പിന്നീട് ഹെനോക്ക്, നോഹ, അബ്രാഹാം, ഇസ്ഹാക്ക്, യാക്കോബ് എന്നീ ഹെഡിങ്ങുകൾ കൂടി തലക്കെട്ട് കൂടി വരുന്നുണ്ട്. അപ്പോൾ 23 വാക്യങ്ങളാണ് ഉള്ളത്. ഇതിൽ ആദ്യത്തെ ശീർഷകം എന്ന് പറയുന്നത് പിതാക്കന്മാരുടെ മഹത്വം എന്നാണ്. അത് ഒന്നാം വാക്യം മുതൽ 15-ാം വാക്യം വരെയാണ് പിതാക്കന്മാരുടെ മഹത്വത്തെക്കുറിച്ച് പറയുന്നത്. 44-ാം അധ്യായം 1 മുതൽ 15-ാം വാക്യം വരെ പിതാക്കന്മാരുടെ മഹത്വം എന്ന ശീർഷകത്തിന് താഴെ വരുന്ന കാര്യങ്ങളാണ്. 44:1 നമുക്കിപ്പോൾ മഹത്തുക്കളെയും നമ്മുടെ പൂർവ്വപിതാക്കന്മാരെയും തലമുറ ക്രമത്തിൽ പ്രകീർത്തിക്കാം. നമുക്കിപ്പോൾ ആദ്യം ആരെ പ്രകീർത്തിക്കാമെന്ന പ്രഭാഷക ഗ്രന്ഥം പറയുന്നത്. നമുക്ക് ആദ്യം പറയുന്നത് മഹത്തുക്കളെ പ്രകീർത്തിക്കാം എന്നാണ് പ്രഭാഷക ഗ്രന്ഥകാരൻ പറയുന്നത്. നമുക്കിപ്പോൾ മഹത്തുക്കളെയും നമ്മുടെ പൂർവ്വപിതാക്കന്മാരെയും തലമുറ ക്രമത്തിൽ പ്രകീർത്തിക്കാം. നമുക്കിപ്പോൾ മഹത്തുക്കളെ പ്രകീർത്തിക്കുന്ന കാര്യമാണ് ആദ്യം പറയുന്നത്. നമുക്കിപ്പോൾ മഹത്തുക്കളോടൊപ്പം മറ്റാരെയും പ്രകീർത്തിക്കാമെന്നാണ് പ്രഭാഷകൻ പറയുന്നത്. മഹത്തുക്കളോടൊപ്പം നമ്മുടെ പൂർവ്വപിതാക്കന്മാരെയും പ്രകീർത്തിക്കാമെന്നാണ് പ്രഭാഷക ഗ്രന്ഥം പറയുന്നത്. നമുക്കിപ്പോൾ മഹത്തുക്കളെയും നമ്മുടെ പൂർവ്വപിതാക്കന്മാരെയും തലമുറ ക്രമത്തിൽ പ്രകീർത്തിക്കാം. നമുക്കിപ്പോൾ മഹത്തുക്കളെയും നമ്മുടെ പൂർവ്വപിതാക്കന്മാരെയും എങ്ങനെ പ്രകീർത്തിക്കാമെന്നാണ് പറയുന്നത്. പ്രഭാഷകൻ പറയുന്നത് തലമുറ ക്രമത്തിൽ പ്രകീർത്തിക്കാമെന്ന്. നമുക്കിപ്പോൾ മഹത്തുക്കളെയും നമ്മുടെ പൂർവ്വപിതാക്കന്മാരെയും തലമുറ ക്രമത്തിൽ പ്രകീർത്തിക്കാം. അപ്പോൾ 44:1 നമുക്കിപ്പോൾ മഹത്തുക്കളെയും നമ്മുടെ പൂർവ്വപിതാക്കന്മാരെയും തലമുറ ക്രമത്തിൽ പ്രകീർത്തിക്കാം. 44:2 കർത്താവ് ആദ്യം മുതൽ തന്നെ തൻ്റെ പ്രതാപവും മഹത്വവും അവർക്ക് ഓഹരിയായി നൽകി. അപ്പം കർത്താവ് പൂർവ്വപിതാക്കന്മാർക്ക് നൽകിയത് എന്താണ്? ഓഹരി. കർത്താവ് ആദ്യം മുതൽ തന്നെ തൻ്റെ പ്രതാപവും മഹത്വവും അവർക്ക് ഓഹരിയായി നൽകി. കർത്താവ് പ്രതാപത്തോടൊപ്പം മറ്റെന്തുമാണ് പൂർവ്വപിതാക്കന്മാർക്ക് ഓഹരിയായി നൽകിയത്? മഹത്വവും. കർത്താവ് ആദ്യം മുതൽ തന്നെ തൻ്റെ പ്രതാപവും മഹത്വവും അവർക്ക് ഓഹരിയായി നൽകി. മഹത്വം കൂടി അവർക്ക് ഓഹരിയായി നൽകി. കർത്താവ് എപ്പോൾ മുതലാണ് തൻ്റെ പ്രതാപവും മഹത്വവും പൂർവ്വപിതാക്കന്മാർക്ക് ഓഹരിയായി നൽകിയത്? കർത്താവ് ആദ്യം മുതൽ തന്നെയാണ് തൻ്റെ പ്രതാപവും മഹത്വവും പൂർവ്വപിതാക്കന്മാർക്ക് ഓഹരിയായി നൽകിയത്. കർത്താവ് ആദ്യം മുതൽ തന്നെ തൻ്റെ പ്രതാപവും മഹത്വവും അവർക്ക് ഓഹരിയായി നൽകി. 44:2 കർത്താവ് ആദ്യം മുതൽ തന്നെ തൻ്റെ പ്രതാപവും മഹത്വവും അവർക്ക് ഓഹരിയായി നൽകി. 44:3 രാജാക്കന്മാരും കീർത്തിയുറ്റ ബലശാലികളും ജ്ഞാനത്താൽ ഉപദേശം നൽകിയവരും പ്രവാചകന്മാരും അവരുടെ ഇടയിൽ ഉണ്ടായിരുന്നു. അപ്പം പൂർവ്വപിതാക്കന്മാരുടെ ഇടയിൽ ഉണ്ടായിരുന്നതായി പ്രഭാഷകൻ ആദ്യം പറയുന്ന കൂട്ടരാരാ? രാജാക്കന്മാരെന്നാണ് ആദ്യം പറയുന്നത്. രാജാക്കന്മാരും കീർത്തിയൊറ്റ ബലശാലികളും ജ്ഞാനത്താൽ ഉപദേശം നൽകിയവരും പ്രവാചകന്മാരും അവരുടെ ഇടയിൽ ഉണ്ടായിരുന്നു. കീർത്തിയുറ്റ ആരാണ് പൂർവ്വപിതാക്കന്മാരുടെ കൂട്ടത്തിൽ ഉണ്ടായിരുന്നതായി പ്രഭാഷകൻ പറയുന്നത്? കീർത്തിയുറ്റ ബലശാലികൾ പൂർവ്വപിതാക്കന്മാരുടെ കൂട്ടത്തിൽ ഉണ്ടായിരുന്നതായി പ്രഭാഷക ഗ്രന്ഥകാരൻ പറയുകയാണ്. രാജാക്കന്മാരും കീർത്തിയുറ്റ ബലശാലികളും ജ്ഞാനത്താൽ ഉപദേശം നൽകിയവരും പ്രവാചകന്മാരും അവരുടെ ഇടയിലുണ്ടായിരുന്നു. എന്തിനാൽ ഉപദേശം നൽകിയവരും പൂർവ്വപിതാക്കന്മാരുടെ കൂട്ടത്തിൽ ഉണ്ടായിരുന്നു എന്നാണ് പ്രഭാഷകൻ പറയുന്നത്? ജ്ഞാനത്താൽ ഉപദേശം നൽകിയവരും പൂർവ്വപിതാക്കന്മാരുടെ കൂട്ടത്തിൽ ഉണ്ടായിരുന്നു എന്നാണ് പ്രഭാഷകൻ പറയുന്നത്. രാജാക്കന്മാരും കീർത്തിയുറ്റ ബലശാലികളും ജ്ഞാനത്താൽ ഉപദേശം നൽകിയവരും പ്രവാചകന്മാരും അവരുടെ ഇടയിൽ ഉണ്ടായിരുന്നു. പൂർവ്വപിതാക്കന്മാരുടെ ഇടയിൽ ഉണ്ടായിരുന്നതായി പ്രഭാഷകൻ നാലാമതായി പറയുന്ന കൂട്ടരാരാണ്? അത് ജ്ഞാനത്താൽ ഉപദേശം ജ്ഞാനികളാണ്. പ്രവാചകന്മാരാണ് നാലാമതായിട്ട് പറയുന്നത്. പൂർവ്വപിതാക്കന്മാരുടെ ഇടയിൽ രാജാക്കന്മാർ, കീർത്തിയുടെ ബലശാലികൾ, ജ്ഞാനത്താൽ ഉപദേശം നൽകിയവർ, പ്രവാചകന്മാർ ഉണ്ടായിരുന്നതായിട്ട് പറയുന്നു. രാജാക്കന്മാരും കീർത്തിയുടെ ബലശാലികളും ജ്ഞാനത്താൽ ഉപദേശം നൽകിയവരും പ്രവാചകന്മാരും അവരുടെ ഇടയിൽ ഉണ്ടായിരുന്നു. 44:3 രാജാക്കന്മാരും കീർത്തിയുറ്റ ബലശാലികളും ജ്ഞാനത്താൽ ഉപദേശം നൽകിയവരും പ്രവാചകന്മാരും അവരുടെ ഇടയിൽ ഉണ്ടായിരുന്നു. 44:4 ആലോചനകളാലും നിയമപരിജ്ഞാനത്താലും ജനത്തിന് നേതൃത്വം കൊടുത്തവരും വിവേകപൂർവമായ ഉപദേശം നൽകിയവരും ആ കൂട്ടത്തിൽ ഉണ്ടായിരുന്നു.
അപ്പം ആർക്ക് നേതൃത്വം കൊടുത്തവരെക്കുറിച്ച് പ്രഭാഷകൻ 44 പറയുന്നത്? ജനത്തിന് നേതൃത്വം കൊടുത്തവരെക്കുറിച്ചാണ് പ്രഭാഷകൻ 44 പറയുന്നത്. ആലോചനകളാലും നിയമപരിജ്ഞാനത്താലും ജനത്തിന് ഉപദേശം കൊടുത്തവരെക്കുറിച്ചാണ് പറയുന്നത്. ആലോചനയാലും മറ്റെന്തിനാലും ജനത്തിന് നേതൃത്വം നൽകിയവരെക്കുറിച്ചാണ് പ്രഭാഷകൻ പറയുന്നത്. ആലോചനയാലും നിയമപരിജ്ഞാനത്താലും ജനത്തിന് നേതൃത്വം നൽകിയവരെക്കുറിച്ചാണ് പ്രഭാഷകൻ പറയുന്നത്. ആലോചനകളാലും നിയമപരിജ്ഞാനത്താലും. വിവേകപൂർവമായ എന്ത് നൽകിയവരും ആ കൂട്ടത്തിൽ ഉണ്ടായിരുന്നതായിട്ടാണ് പ്രഭാഷക ഗ്രന്ഥകാരൻ പറയുന്നത്. വിവേകപൂർവമായ ഉപദേശം നൽകിയവരും ആ കൂട്ടത്തിൽ ഉണ്ടായിരുന്നതായാണ് പ്രഭാഷകൻ പറയുന്നത്. വിവേകപൂർവമായ ഉപദേശം നൽകിയവരും ആ കൂട്ടത്തിൽ ഉണ്ടായിരുന്നു. അപ്പം 44 ആലോചനകളാലും നിയമപരിജ്ഞാനത്താലും ജനത്തിന് നേതൃത്വം കൊടുത്തവരും വിവേകപൂർവമായ ഉപദേശം നൽകിയവരും ആ കൂട്ടത്തിലുണ്ടായിരുന്നു. 44:5 ചിലർ സംഗീതജ്ഞന്മാരും കവികളുമായിരുന്നു. പ്രഭാഷകൻ 44:5 പറയുന്ന ആദ്യത്തെ കൂട്ടരാരാ? സംഗീതജ്ഞന്മാർ. ചിലർ സംഗീതജ്ഞന്മാരും കവികളുമായിരുന്നു. അപ്പോൾ ആദ്യം പറയുന്നത് സംഗീതജ്ഞന്മാരെക്കുറിച്ചാണ് പറയുന്നത്. പ്രഭാഷകൻ 44:5 സംഗീതജ്ഞന്മാരോടൊപ്പം പറയപ്പെടുന്ന മറ്റൊരു കൂട്ടരാരാണ്? കവികൾ. സംഗീതജ്ഞന്മാരോടൊപ്പം പറയപ്പെടുന്ന മറ്റൊരു കൂട്ടരാണ് കവികൾ. ചിലർ സംഗീതജ്ഞന്മാരും കവികളുമായിരുന്നു എന്നാണ് 44:5 പറയുന്നത്. 44:5 ചിലർ സംഗീതജ്ഞന്മാരും കവികളുമായിരുന്നു. 44:6 വിഭവസമൃദ്ധിയുള്ളവരും സ്വവസതികളിൽ സമാധാനപൂർവ്വം വസിച്ചവരുമാണ് ചിലർ. അപ്പോൾ എന്തുള്ളവരും പൂർവ്വപിതാക്കന്മാരെ കൂട്ടത്തിൽ ഉണ്ടായിരുന്നതായിട്ടാണ് പ്രഭാഷക ഗ്രന്ഥകാരൻ പറയുന്നത്. വിഭവസമൃദ്ധിയുള്ളവരും പൂർവ്വപിതാക്കന്മാരുടെ കൂട്ടത്തിൽ ഉണ്ടായിരുന്നതായിട്ടാണ് പ്രഭാഷക ഗ്രന്ഥകാരൻ പറയുന്നത്. വിഭവസമൃദ്ധിയുള്ളവരും സ്വവസതികളിൽ സമാധാനപൂർവ്വം വസിച്ചവരുമായിരുന്നു അവർ. സ്വവസതികളിൽ എപ്രകാരം വസിച്ചവരാണ് ചിലർ എന്നാണ് പ്രഭാഷകൻ പറയുന്നത്. സ്വവസതികളിൽ സമാധാനപൂർവ്വം വസിച്ചവരാണ് ചിലർ എന്നാണ് പ്രഭാഷക ഗ്രന്ഥകാരൻ പറയുന്നത്. വിഭവസമൃദ്ധിയുള്ളവരും സ്വവസതികളിൽ സമാധാനപൂർവ്വം വസിച്ചവരുമാണ് ചിലർ. 44:6 വിഭവസമൃദ്ധിയുള്ളവരും സ്വവസതികളിൽ സമാധാനപൂർവ്വം വസിച്ചവരുമാണ് ചിലർ. 44:7 ഇവർ തങ്ങളുടെ തലമുറകളിൽ ബഹുമാനിതരും കാലത്തിൻ്റെ മഹിമയുമായിരുന്നു. അപ്പം ഇവർ എന്ന് പറഞ്ഞാൽ പൂർവ്വപിതാക്കന്മാർ തങ്ങളുടെ തലമുറകളിൽ ആരായിരുന്നു എന്നാണ് പ്രഭാഷകൻ പറയുന്നത്. അവർ തങ്ങളുടെ തലമുറകളിൽ ബഹുമാനിതരായിരുന്നു എന്നാണ് പ്രഭാഷക ഗ്രന്ഥകാരൻ പറയുന്നത്. ഇവർ അല്ലെങ്കിൽ പൂർവ്വപിതാക്കന്മാർ എന്തിൻ്റെ മഹിമയായിരുന്നു എന്നാണ് പ്രഭാഷക ഗ്രന്ഥകാരൻ പറയുന്നത്. ഇവർ അല്ലെങ്കിൽ പൂർവ്വപിതാക്കന്മാർ കാലത്തിൻ്റെ മഹിമയായിരുന്നു എന്നാണ് പ്രഭാഷക ഗ്രന്ഥകാരൻ പറയുന്നത്. കാലത്തിൻ്റെ മഹിമയായിരുന്നു എന്നാണ് പ്രഭാഷക ഗ്രന്ഥകാരൻ പറയുന്നത്. 44:7 ഇവർ തങ്ങളുടെ തലമുറകളിൽ ബഹുമാനിതരും കാലത്തിൻ്റെ മഹിമയും ആയിരുന്നു. 44:8 ജനങ്ങൾ പ്രകീർത്തിച്ച പ്രസിദ്ധരാണ് ചിലർ. ജനങ്ങൾ പ്രകീർത്തിച്ച ആരാണ് ചിലർ? ജനങ്ങൾ പ്രകീർത്തിച്ച പ്രസിദ്ധരാണ് ചിലർ എന്ന് പ്രഭാഷക ഗ്രന്ഥകാരൻ പറയുകയാണ്. ജനങ്ങൾ പ്രകീർത്തിച്ച പ്രസിദ്ധരാണ് ചിലർ. പിന്നെ 44:8 ജനങ്ങൾ പ്രകീർത്തിച്ച പ്രസിദ്ധരാണ് ചിലർ. 44:9 സ്മരണ അവശേഷിപ്പിക്കാതെ മാഞ്ഞുപോയവരുമുണ്ട്. ജീവിക്കുകയോ ജനിക്കുക പോലുമോ ചെയ്തില്ലെന്ന് തോന്നുമാറ് അവർ മൺമറഞ്ഞു. അവരുടെ മക്കളും അങ്ങനെ തന്നെ. അപ്പം എന്ത് അവശേഷിപ്പിക്കാതെ മാഞ്ഞുപോയവരും ഉണ്ട് എന്നാണ് പ്രഭാഷക ഗ്രന്ഥകാരൻ പറയുന്നത്. സ്മരണ അവശേഷിപ്പിക്കാതെ മാഞ്ഞുപോയവരും ഉണ്ട് എന്നാണ് പ്രഭാഷകൻ പറയുന്നത്. ജീവിക്കുകയോ മറ്റെന്തുമോ പോലുമോ ചെയ്തില്ലെന്ന് തോന്നുമാറാണ് അവർ മൺമറഞ്ഞത്. അപ്പം മറ്റെന്താ? ജീവിക്കുകയോ ജനിക്കുക പോലുമോ ചെയ്തില്ലെന്ന് തോന്നുമാറാണ് അവർ മൺമറഞ്ഞത്. അപ്പം ജീവിക്കുകയോ ജനിക്കുക പോലുമോ ചെയ്തില്ലെന്ന് തോന്നുമാറ് അവൻ മൺമറഞ്ഞു. അവരുടെ ആരും അങ്ങനെ തന്നെയാണ്. ജീവിക്കുകയോ ജനിക്കുക പോലുമോ ചെയ്തില്ലെന്ന് തോന്നുമാറ് അവർ മൺമറഞ്ഞു. അവരുടെ മക്കളും അങ്ങനെ തന്നെ എന്ന് പ്രഭാഷക ഗ്രന്ഥകാരൻ പറയുകയാണ്. അപ്പം 44:9 സ്മരണ അവശേഷിപ്പിക്കാതെ മാഞ്ഞുപോയവരുമുണ്ട്. ജീവിക്കുകയോ ജനിക്കുക പോലുമോ ചെയ്തില്ലെന്ന് തോന്നുമാറ് അവർ മൺമറഞ്ഞു. അവരുടെ മക്കളും അങ്ങനെ തന്നെ. 44:10 എന്നാൽ അവർ കാരുണ്യമുള്ളവരായിരുന്നു. അവരുടെ സൽപ്രവർത്തികൾ വിസ്മരിക്കപ്പെട്ടിട്ടില്ല. അവർ എന്തുള്ളവരായിരുന്നു എന്നാണ് പ്രഭാഷകൻ പറയുന്നത്. അവർ കാരുണ്യമുള്ളവരായിരുന്നു എന്നാണ് പ്രഭാഷക ഗ്രന്ഥകാരൻ പറയുന്നത്.
അവർ കാരുണ്യമുള്ളവരായിരുന്നു എന്ന് പ്രഭാഷക ഗ്രന്ഥകാരൻ പറയുകയാണ്. അവരുടെ എന്ത് വിസ്മരിക്കപ്പെട്ടിട്ടില്ല എന്നാണ് പ്രഭാഷകൻ പറയുന്നത്? അവരുടെ സൽപ്രവർത്തികൾ വിസ്മരിക്കപ്പെട്ടിട്ടില്ല എന്നാണ് പ്രഭാഷക ഗ്രന്ഥകാരൻ പറയുന്നത്. അവരുടെ സൽപ്രവർത്തികൾ വിസ്മരിക്കപ്പെട്ടിട്ടില്ല എന്നാണ് പ്രഭാഷക ഗ്രന്ഥകാരൻ പറയുന്നത്. 44:10 എന്നാൽ അവർ കാരുണ്യമുള്ളവരായിരുന്നു, അവരുടെ സൽപ്രവർത്തികൾ വിസ്മരിക്കപ്പെട്ടിട്ടില്ല. 44:11 അവരുടെ ഐശ്വര്യം അവരുടെ പിൻഗാമികളിലും അവരുടെ അവകാശം മക്കളുടെ മക്കളിലും നിലനിൽക്കും. അവരുടെ ഐശ്വര്യം അവരുടെ ആരിൽ നിലനിൽക്കും എന്നാണ് പ്രഭാഷക ഗ്രന്ഥകാരൻ പറയുന്നത്? അവരുടെ ഐശ്വര്യം അവരുടെ പിൻഗാമികളിൽ നിലനിൽക്കും എന്നാണ് പ്രഭാഷകൻ പറയുന്നത്. അവരുടെ എന്താണ് മക്കളുടെ മക്കളിൽ നിലനിൽക്കുമെന്ന് പ്രഭാഷകൻ പറയുന്നത്? അവരുടെ അവകാശം മക്കളുടെ മക്കളിൽ നിലനിൽക്കുമെന്ന് പ്രഭാഷകൻ പറയുന്നു. അവരുടെ അവകാശമാണ് മക്കളുടെ മക്കളിൽ നിലനിൽക്കുന്നത്. 44:11 അവരുടെ ഐശ്വര്യം അവരുടെ പിൻഗാമികളിലും അവരുടെ അവകാശം മക്കളുടെ മക്കളിലും നിലനിൽക്കും. 44:12 അവരുടെ സന്തതികൾ ഉടമ്പടികൾ പാലിക്കും, അവരുടെ മക്കളും അവയ്ക്ക് വേണ്ടി നിലകൊള്ളും. അപ്പം അവരുടെ സന്തതികൾ എന്ത് പാലിക്കും എന്നാണ് പ്രഭാഷകൻ പറയുന്നത്? അവരുടെ സന്തതികൾ ഉടമ്പടി പാലിക്കും എന്നാണ് പ്രഭാഷകൻ പറയുന്നത്. അവരുടെ സന്തതികൾ ഉടമ്പടികൾ പാലിക്കുമെന്നാണ് പ്രഭാഷകൻ പറയുന്നത്. അവരുടെ സന്തതികൾ ഉടമ്പടികൾ പാലിക്കും. അവരുടെ ആരാണ് അവയ്ക്കുമേൽ നിലകൊള്ളുന്നത്? അവരുടെ മക്കളും അവയ്ക്ക് വേണ്ടി നിലകൊള്ളും എന്ന് പറയുന്നു. അവരുടെ സന്തതികൾ ഉടമ്പടി പാലിക്കും, അവരുടെ മക്കളും അവയ്ക്ക് വേണ്ടി നിലകൊള്ളും. ഇനി 44:12 അവരുടെ സന്തതികൾ ഉടമ്പടി പാലിക്കും, അവരുടെ മക്കളും അവയ്ക്ക് വേണ്ടി നിലകൊള്ളും. 44:13 അവരുടെ ഭാവി തലമുറകൾ എന്നേക്കും നിലനിൽക്കും, അവരുടെ പ്രതാപം മാഞ്ഞു പോവുകയില്ല. അപ്പം അവരുടെ എന്താണ് എന്നേക്കും നിലനിൽക്കുന്നതായി പ്രഭാഷകൻ പറയുന്നത്? അവരുടെ ഭാവി തലമുറകളാണ് എന്നേക്കും നിലനിൽക്കുന്നതായി പ്രഭാഷകൻ പറയുന്നത്. അവരുടെ ഭാവി തലമുറകൾ എന്നേക്കും നിലനിൽക്കും. അവരുടെ എന്ത് മാഞ്ഞു പോവുകയില്ല എന്നാണ് പ്രഭാഷകൻ പറയുന്നത്? അവരുടെ പ്രതാപം മാഞ്ഞു പോവുകയില്ല എന്നാണ് പ്രഭാഷക ഗ്രന്ഥകാരൻ പറയുന്നത്. അവരുടെ പ്രതാപം മാഞ്ഞു പോവുകയില്ല, അവരുടെ പ്രതാപം മാഞ്ഞു പോകുകയില്ല. 44:13 അവരുടെ ഭാവി തലമുറകൾ എന്നേക്കും നിലനിൽക്കും, അവരുടെ പ്രതാപം മാഞ്ഞു പോവുകയില്ല. 44:14 അവർ സമാധാനത്തിൽ സംസ്കരിക്കപ്പെട്ടു, അവരുടെ പേര് തലമുറകൾ തോറും നിലനിൽക്കും. അവർ എന്തിൽ സംസ്കരിക്കപ്പെട്ടു എന്നാണ് പ്രഭാഷകൻ പറയുന്നത്? അവർ സമാധാനത്തിൽ സംസ്കരിക്കപ്പെട്ടു എന്നാണ് പ്രഭാഷകൻ പറയുന്നത്. അവർ സമാധാനത്തിൽ സംസ്കരിക്കപ്പെട്ടു, അവർ സമാധാനത്തിൽ സംസ്കരിക്കപ്പെട്ടു. അവരുടെ പേര് എന്തുതോറും നിലനിൽക്കും എന്നാണ് പ്രഭാഷകൻ പറയുന്നത്? അവരുടെ പേര് തലമുറകൾ തോറും നിലനിൽക്കും എന്നാണ് പ്രഭാഷകൻ പറയുന്നത്. അവരുടെ പേര് തലമുറകൾ തോറും നിലനിൽക്കും, അവരുടെ പേര് തലമുറകൾ തോറും നിലനിൽക്കും. 44:14 അവർ സമാധാനത്തിൽ സംസ്കരിക്കപ്പെട്ടു, അവരുടെ പേര് തലമുറകൾ തോറും നിലനിൽക്കും. പ്രഭാഷകൻ 44:15 അവരുടെ വിജ്ഞാനം ജനതകൾ പ്രഘോഷിക്കും, സമൂഹം അവരെ പ്രകീർത്തിക്കുകയും ചെയ്യും. അപ്പം അവരുടെ എന്ത് ജനതകൾ പ്രഘോഷിക്കും എന്നാണ് പ്രഭാഷകൻ പറയുന്നത്? അവരുടെ വിജ്ഞാനം ജനതകൾ പ്രഘോഷിക്കും എന്നാണ് പ്രഭാഷകൻ പറയുന്നത്. അവരുടെ വിജ്ഞാനം ജനതകൾ പ്രഘോഷിക്കും. സമൂഹം അവരെ എന്തു ചെയ്യും എന്നാണ് പ്രഭാഷകൻ പറയുന്നത്? സമൂഹം അവരെ പ്രകീർത്തിക്കും എന്നാണ് പ്രഭാഷകൻ പറയുന്നത്. സമൂഹം അവരെ പ്രകീർത്തിക്കുകയും ചെയ്യും. സമൂഹം അവരെ പ്രകീർത്തിക്കുകയും ചെയ്യും. 44:15 അവരുടെ വിജ്ഞാനം ജനതകൾ പ്രഘോഷിക്കും, സമൂഹം അവരെ പ്രകീർത്തിക്കുകയും ചെയ്യും. പിതാക്കന്മാരുടെ മഹത്വം എന്ന ശീർഷകത്തിന് കീഴിൽ വരുന്നത് ഇത്രയും വാക്യങ്ങളാണ്. നമുക്ക് ഈ വാക്യം ഒന്നും കൂടി വായിച്ച് നമ്മുടെ മനസ്സിലേക്ക് ഹൃദിസ്ഥമാക്കാം. പിതാക്കന്മാരുടെ മഹത്വം. 44:1 നമുക്ക് ഇപ്പോൾ മഹത്തുക്കളെയും നമ്മുടെ പൂർവ്വപിതാക്കന്മാരെയും തലമുറ ക്രമത്തിൽ പ്രകീർത്തിക്കാം. 44:2 കർത്താവ് ആദ്യം മുതൽ തന്നെ തൻ്റെ പ്രതാപവും മഹത്വവും അവർക്ക് ഓഹരിയായി നൽകി. 44:3 രാജാക്കന്മാരും കീർത്തിയുറ്റ ബലശാലികളും ജ്ഞാനത്താൽ ഉപദേശം നൽകിയവരും
പ്രവാചകന്മാരും അവരുടെ ഇടയിൽ ഉണ്ടായിരുന്നു. 44:4 ആലോചനകളാലും നിയമപരിജ്ഞാനത്താലും ജനത്തിന് നേതൃത്വം കൊടുത്തവരും വിവേകപൂർവമായ ഉപദേശം നൽകിയവരും ആ കൂട്ടത്തിലുണ്ടായിരുന്നു. 44:5 ചിലർ സംഗീതജ്ഞന്മാരും കവികളുമായിരുന്നു. 44:6 വിഭവസമൃദ്ധിയുള്ളവരും സ്വവസതികളിൽ സമാധാനപൂർവ്വം വസിച്ചവരുമാണ് ചിലർ. 44:7 ഇവർ തങ്ങളുടെ തലമുറകളിൽ ബഹുമാനിതരും കാലത്തിൻ്റെ മഹിമയും ആയിരുന്നു. 44:8 ജനങ്ങളെ പ്രകൃതിച്ച് പ്രസിദ്ധരാണ് ചിലർ. 44:9 സ്മരണാവശേഷിപ്പിക്കാതെ മാഞ്ഞുപോയവരുമുണ്ട്. ജീവിക്കുകയോ ജനിക്കുക പോലുമോ ചെയ്തില്ലെന്ന് തോന്നുമാറ് അവർ മൺമറഞ്ഞു. അവരുടെ മക്കളും അങ്ങനെ തന്നെ. 44:10 എന്നാൽ അവർ കാരുണ്യമുള്ളവരായിരുന്നു. അവരുടെ സൽപ്രവൃത്തികൾ വിസ്മരിക്കപ്പെട്ടിട്ടില്ല. 44:11 അവരുടെ ഐശ്വര്യം അവരുടെ പിൻഗാമികളിലും അവരുടെ അവകാശം മക്കളുടെ മക്കളിലും നിലനിൽക്കും. 44:12 അവരുടെ സന്തതികൾ ഉടമ്പടികൾ പാലിക്കും. അവരുടെ മക്കളും അവയ്ക്കു വേണ്ടി നിലകൊള്ളും. 44:13 അവരുടെ ഭാവി തലമുറകൾ എന്നേക്കും നിലനിൽക്കും. അവരുടെ പ്രതാപം മാഞ്ഞു പോവുകയില്ല. 44:14 അവർ സമാധാനത്തിൽ സംസ്കരിക്കപ്പെട്ടു. അവരുടെ പേര് തലമുറകൾ തോറും നിലനിൽക്കും. 44:15 അവരുടെ വിജ്ഞാന ജനതകൾ പ്രഘോഷിക്കും. സമൂഹം അവരെ പ്രകീർത്തിക്കുകയും ചെയ്യും. ഇത്രയുമാണ് ആ ഭാഗങ്ങൾ. അടുത്ത ശീർഷകം എന്ന് പറയുന്നത് ഹെനോക്ക്, നോഹ എന്നതാണ്. അപ്പോൾ ഹെനോക്കിനെക്കുറിച്ചും നോഹയെക്കുറിച്ചും പറയുന്ന കാര്യങ്ങളാണ് ആ ശീർഷകത്തിന് കീഴിൽ വരുന്നത്. അത് 44-ാം അധ്യായം 16 മുതൽ 18 വരെയുള്ള വാക്യങ്ങളാണ് ഹെനോക്ക്, നോഹ എന്ന ശീർഷകത്തിന് കീഴിൽ വരുന്നത്. 44-16 ഹെനോക്ക് കർത്താവിനെ പ്രീതിപ്പെടുത്തി. അവൻ ഉന്നതത്തിലേക്ക് സംവഹിക്കപ്പെട്ടു. എല്ലാ തലമുറകൾക്കും അവൻ അനുതാപത്തിൻ്റെ മാതൃകയാണ്. അപ്പോൾ പ്രഭാഷകൻ 44 ആദ്യമായി വിവരിക്കുന്ന പൂർവ്വപിതാവ് ആരാണ്? ഹെനോക്ക്. ഹെനോക്കിനെ കുറിച്ചാണ് 44-16 44-ാം അധ്യായത്തിൽ ആദ്യം പറയുന്നത്. ഹെനോക്ക് കർത്താവിനെ എന്തു ചെയ്തു എന്ന പ്രഭാഷകൻ പറയുന്നത്? ഹെനോക്ക് കർത്താവിനെ പ്രീതിപ്പെടുത്തി എന്നാണ് പ്രഭാഷകൻ പറയുന്നത്. ഹെനോക്ക് കർത്താവിനെ പ്രീതിപ്പെടുത്തി. ഹെനോക്ക് കർത്താവിനെ പ്രീതിപ്പെടുത്തി. ഹെനോക്ക് എവിടേക്ക് സംവഹിക്കപ്പെട്ടു എന്നാണ് പ്രഭാഷകൻ പറയുന്നത്? ഹെനോക്ക് ഉന്നതത്തിലേക്ക് സംവഹിക്കപ്പെട്ടു എന്നാണ് പ്രഭാഷകൻ പറയുന്നത്. അവൻ ഉന്നതത്തിലേക്ക് സംവഹിക്കപ്പെട്ടു. ഹെനോക്ക് എല്ലാ തലമുറകൾക്കും എന്തിൻ്റെ മാതൃകയാണ്? ഹെനോക്ക് എല്ലാ തലമുറകൾക്കും അനുതാപത്തിൻ്റെ മാതൃകയാണ്. എല്ലാ തലമുറകൾക്കും അവൻ അനുതാപത്തിൻ്റെ മാതൃകയാണ്. 44-16 ഹെനോക്ക് കർത്താവിനെ പ്രീതിപ്പെടുത്തി. അവൻ ഉന്നതത്തിലേക്ക് സംവഹിക്കപ്പെട്ടു. എല്ലാ തലമുറകൾക്കും അവൻ അനുതാപത്തിൻ്റെ മാതൃകയാണ്. 44-17 നോഹ തികഞ്ഞ നീതിമാനായിരുന്നു. വിനാശത്തിൻ്റെ നാളിൽ ഒഴിവാക്കപ്പെട്ട മുളയായിരുന്നു അവൻ. അങ്ങനെ ജലപ്രളയത്തിന് ശേഷം ഭൂമിയിൽ ഒരു ഭാഗം നിലനിന്നു. അപ്പം നോഹ തികഞ്ഞ എന്തായിരുന്നു എന്നാണ് പ്രഭാഷകൻ പറയുന്നത്? നോഹ തികഞ്ഞ നീതിമാനായിരുന്നു എന്നാണ് പ്രഭാഷകൻ പറയുന്നത്. നോഹ തികഞ്ഞ നീതിമാനായിരുന്നു. എന്തിൻ്റെ നാളിൽ ഒഴിവാക്കപ്പെട്ട മുളയായിരുന്നു നോഹ? വിനാശത്തിൻ്റെ നാളിൽ ഒഴിവാക്കപ്പെട്ട മുളയായിരുന്നു നോഹ. വിനാശത്തിൻ്റെ നാളിൽ ഒഴിവാക്കപ്പെട്ട മുളയായിരുന്നു അവൻ. എന്തിനു ശേഷം ഭൂമിയിൽ ഒരു ഭാഗം നിലനിന്നു എന്നാണ് പ്രഭാഷകൻ പറയുന്നത്? ജലപ്രളയത്തിന് ശേഷം ഭൂമിയിൽ ഒരു ഭാഗം നിലനിന്നു എന്നാണ് പ്രഭാഷകൻ പറയുന്നത്. അങ്ങനെ ജലപ്രളയത്തിന് ശേഷം ഭൂമിയിൽ ഒരു ഭാഗം നിലനിന്നു. 44-17 നോഹ തികഞ്ഞ നീതിമാനായിരുന്നു. വിനാശത്തിന് നാളിൽ ഒഴിവാക്കപ്പെട്ട മുളയായിരുന്നു അവൻ. അങ്ങനെ ജലപ്രളയത്തിന് ശേഷം ഭൂമിയിൽ ഒരു ഭാഗം നിലനിന്നു. 44-18 മർത്യകുലം ജലപ്രളയത്താൽ നശിക്കപ്പെടുകയില്ലെന്ന നിത്യമായ ഉടമ്പടി അവനുമായി ചെയ്യപ്പെട്ടു. നിത്യമായ എന്താണ് കർത്താവ് നോഹയുമായി ചെയ്തത്? നിത്യമായ ഉടമ്പടിയാണ് കർത്താവ് നോഹയുമായി ചെയ്തത്. മർത്യകുലം ജലപ്രളയത്തിൽ നശിക്കപ്പെടുകയില്ല നിത്യമായ ഉടമ്പടി അവനുമായി ചെയ്തു. എന്ത് ജലപ്രളയത്താൽ നശിപ്പിക്കപ്പെടുകയില്ല എന്നതായിരുന്നു ഉടമ്പടി? മർത്യകുലം ജലപ്രളയത്താൽ നശിപ്പിക്കപ്പെടുകയില്ല എന്നതായിരുന്നു ഉടമ്പടി. മർത്യകുലം ജലപ്രളയത്താൽ നശിപ്പിക്കപ്പെടുകയില്ല എന്ന നിത്യമായ ഉടമ്പടി അവനുമായി ചെയ്യപ്പെട്ടു. അപ്പം 44-18 മർത്യകുലം ജലപ്രളയത്താൽ നശിപ്പിക്കപ്പെടുകയില്ലെന്ന നിത്യമായ ഉടമ്പടി അവനുമായി ചെയ്യപ്പെട്ടു. ഹെനോക്ക്, നോഹ എന്ന ശീർഷകത്തിന് കീഴിൽ വരുന്ന ഭാഗം നമ്മൾ പൂർത്തിയാക്കിയിരിക്കുകയാണ്. നമുക്ക് ആ ഭാഗം ഒന്നുകൂടി വായിക്കാം. ഹെനോക്ക്, നോഹ.
44:16 ഹെനോക്ക് കർത്താവിനെ പ്രീതിപ്പെടുത്തി അവൻ ഉന്നതത്തിലേക്ക് സംവഹിക്കപ്പെട്ടു. എല്ലാ തലമുറകൾക്കും അവൻ അനുതാപത്തിൻ്റെ മാതൃകയാണ്. 44:17 നോഹ തികഞ്ഞ നീതിമാനായിരുന്നു. വിനാശത്തിൻ്റെ നാളിൽ ഒഴിവാക്കപ്പെട്ട മുളയായിരുന്നു അവൻ. അങ്ങനെ ജലപ്രളയത്തിന് ശേഷം ഭൂമിയിൽ ഒരു ഭാഗം നിലനിന്നു. 44:18 മർത്യകുലം ജലപ്രളയത്താൽ നശിപ്പിക്കപ്പെടുകയില്ലെന്ന നിത്യമായ ഉടമ്പടി അവനുമായി ചെയ്യപ്പെട്ടു. ഇനി ഇതിൽ മൂന്നാമത്തെ ശീർഷകമാണ് അബ്രാഹം, ഇസ്ഹാക്ക്, യാക്കോബ്. അത് 44:19 വാക്യം മുതൽ 23 വരെയുള്ള വാക്യങ്ങളിലാണ് അബ്രാഹം, ഇസ്ഹാക്ക്, യാക്കോബ് എന്നിവരെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. 44:19 അനേക ജനതകളുടെ പൂർവ്വപിതാവായിരുന്നു അബ്രാഹം. മഹത്വത്തിൽ അവന് സമനായി ആരുമില്ല. പ്രഭാഷകൻ മൂന്നാമതായിട്ട് പറയുന്ന പൂർവ്വപിതാവ് ആരാണ്? പ്രഭാഷകൻ മൂന്നാമതായി പറയുന്ന പൂർവ്വപിതാവ് എന്ന് പറയുന്നത് അബ്രാഹമാണ്. അബ്രാഹത്തെക്കുറിച്ചാണ് മൂന്നാമതായിട്ട് പ്രഭാഷകൻ പറയുന്നത്. അനേകം ജനതകളുടെ ആരായിരുന്നു അബ്രാഹം? അനേകം ജനതകളുടെ പൂർവ്വപിതാവായിരുന്നു അബ്രാഹം. അനേക ജനതകളുടെ പൂർവ്വപിതാവായിരുന്നു അബ്രാഹം. അനേക ജനതകളുടെ പൂർവ്വപിതാവായിരുന്നു അബ്രാഹം. എന്തിന് അബ്രാഹത്തിന് സമനായി ആരുമില്ലെന്നാണ് പ്രഭാഷകൻ പറയുന്നത്. മഹത്വത്തിൽ അവന് അബ്രാഹത്തിന് സമനായി ആരുമില്ലെന്നാണ് പ്രഭാഷകൻ പറയുന്നത്. മഹത്വത്തിൽ അവന് സമനായി ആരുമില്ല. അപ്പം 44:19 അനേക ജനതകളുടെ പൂർവ്വപിതാവായിരുന്നു അബ്രാഹം. മഹത്വത്തിൽ അവന് സമനായി ആരുമില്ല. 44:20 അവൻ അത്യുന്നതൻ്റെ നിയമം പാലിക്കുകയും അവിടുന്ന് അവനുമായി ഉടമ്പടിയിൽ ഏർപ്പെടുകയും ചെയ്തു. അവൻ സ്വശരീരത്തിൽ ഉടമ്പടിയുടെ മുദ്ര പതിച്ചു. പരീക്ഷിക്കപ്പെട്ടപ്പോൾ അവൻ വിശ്വസ്തത തെളിയിച്ചു. അപ്പം അബ്രാഹം ആരുടെ നിയമം പാലിക്കുന്നതിനെക്കുറിച്ചാണ് പ്രഭാഷകൻ പറയുന്നത്? അബ്രാഹം അത്യുന്നതൻ്റെ നിയമം പാലിക്കുന്നതിനെക്കുറിച്ചാണ് പ്രഭാഷകൻ പറയുന്നത്. അവൻ അത്യുന്നതൻ്റെ നിയമം പാലിക്കുന്നതിനെക്കുറിച്ച് പ്രഭാഷകൻ പറയുകയാണ്. അബ്രാഹം അത്യുന്നതനുമായി എന്തിലേർപ്പെടുകയും ചെയ്തു എന്നാണ് പ്രഭാഷകൻ പറയുന്നത്? അവൻ അത്യുന്നതനുമായി ഉടമ്പടിയിൽ ഏർപ്പെടുകയും ചെയ്തു എന്നാണ് പ്രഭാഷകൻ പറയുന്നത്. അവൻ അത്യുന്നതൻ്റെ നിയമം പാലിക്കുകയും അവിടുന്ന് അവനുമായി ഉടമ്പടിയിൽ ഏർപ്പെടുകയും ചെയ്തു. അബ്രാഹം 44:20 അനുസരിച്ച് അബ്രാഹം എവിടെയാണ് ഉടമ്പടിയുടെ മുദ്ര പതിച്ചത്? അബ്രാഹം സ്വശരീരത്തിലാണ് ഉടമ്പടിയുടെ മുദ്ര പതിച്ചത്. അബ്രാഹം സ്വശരീരത്തിൽ ഉടമ്പടിയുടെ മുദ്ര പതിച്ചു. അബ്രാഹം എപ്പോൾ തൻ്റെ വിശ്വസ്തത തെളിയിച്ചതായാണ് പ്രഭാഷകൻ പറയുന്നത്? അബ്രാഹം പരീക്ഷിക്കപ്പെട്ടപ്പോൾ തൻ്റെ വിശ്വസ്തത തെളിയിച്ചതായിട്ടാണ് പ്രഭാഷക ഗ്രന്ഥകാരൻ പറയുന്നത്. പരീക്ഷിക്കപ്പെട്ടപ്പോൾ അബ്രാഹം തൻ്റെ വിശ്വസ്തത തെളിയിച്ചതായിട്ടാണ് പ്രഭാഷക ഗ്രന്ഥകാരൻ പറയുന്നത്. അവൻ അത്യുന്നതൻ്റെ നിയമം പാലിക്കുകയും അവിടുന്ന് അവനുമായി ഉടമ്പടി ഏർപ്പെടുകയും അവൻ സ്വശരീരത്തിൽ ഉടമ്പടിയുടെ മുദ്ര പതിക്കുകയും ചെയ്തു. അതുപോലെ പരീക്ഷിക്കപ്പെട്ടപ്പോൾ അവൻ തൻ്റെ വിശ്വസ്തത തെളിയിച്ചു എന്ന് പ്രഭാഷകൻ പറയുകയാണ്. 44:20 അവൻ അത്യുന്നതൻ്റെ നിയമം പാലിക്കുകയും അവിടുന്ന് അവനുമായി ഉടമ്പടി ഏർപ്പെടുകയും ചെയ്തു. അവൻ സ്വശരീരത്തിൽ ഉടമ്പടിയുടെ മുദ്ര പതിച്ചു. പരീക്ഷിക്കപ്പെട്ടപ്പോൾ അവൻ വിശ്വസ്തത തെളിയിച്ചു. 44:21 അതിനാൽ അവൻ്റെ സന്തതി വഴി ജനതകൾ അനുഗ്രഹിക്കപ്പെടുമെന്ന് കർത്താവ് അവനോട് ശപഥം ചെയ്തു. ഭൂമിയിലെ മണൽത്തരി പോലെ അവനെ വർദ്ധിപ്പിക്കുമെന്നും അവൻ്റെ സന്തതി ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ പെരുകുമെന്നും അവൻ സമുദ്രം മുതൽ സമുദ്രം വരെയും മഹാനദി മുതൽ ഭൂമിയുടെ അതിർത്തികൾ വരെയും അവകാശമാക്കാൻ ഇടവരുത്തുമെന്നും അവന് വാഗ്ദാനം ലഭിച്ചു. കർത്താവ് അബ്രാഹത്തിനോട് എന്ത് ചെയ്തതായാണ് പ്രഭാഷകൻ 44:21 പറയുന്നത്? അവന് ശപഥം ചെയ്തതായിട്ടാണ് 44 കർത്താവ് അബ്രാഹത്തോട് ശപഥം ചെയ്തതായിട്ടാണ് 44:21 പറയുന്നത്. അബ്രാഹത്തിൻ്റെ എന്ത് വഴി ജനതകൾ അനുഗ്രഹിക്കപ്പെടും എന്നാണ് കർത്താവ് ശപഥം ചെയ്തത്? അബ്രാഹത്തിൻ്റെ സന്തതി വഴി ജനതകൾ അനുഗ്രഹിക്കപ്പെടും എന്നാണ് കർത്താവ് ശപഥം ചെയ്തത്. ഭൂമിയിൽ എന്തുപോലെ അവനെ വർദ്ധിപ്പിക്കും എന്നാണ് കർത്താവ് ശപഥം ചെയ്തത്? ഭൂമിയിലെ മണൽത്തരി പോലെ അവനെ വർദ്ധിപ്പിക്കും എന്നാണ് കർത്താവ് ശപഥം ചെയ്തത്. ഭൂമിയിലെ മണൽത്തരി പോലെ അവനെ വർദ്ധിപ്പിക്കുമെന്നാണ് കർത്താവ് ശപഥം ചെയ്തത്. അബ്രാഹത്തിൻ്റെ സന്തതികൾ ആകാശത്തിലെ എന്തുപോലെയാണ് പെരുകുന്നത്? അബ്രാഹത്തിൻ്റെ സന്തതികൾ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെയാണ് പെരുകുന്നത്. അബ്രാഹത്തിൻ്റെ സന്തതികൾ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ പെരുകുന്നു. അബ്രാഹത്തിൻ്റെ സന്തതികൾ സമുദ്രം മുതൽ എവിടം വരെ അവകാശമാക്കും എന്നാണ് കർത്താവ് പറയുന്നത്? അബ്രാഹത്തിൻ്റെ സന്തതികൾ സമുദ്രം മുതൽ സമുദ്രം വരെ അവകാശമാക്കും എന്നാണ് കർത്താവ് പറയുന്നത്.
അബ്രാഹത്തിൻ്റെ സന്തതികൾ മഹാനദി മുതൽ എവിടെ വരെ അവകാശമാക്കും എന്നാണ് കർത്താവ് പറയുന്നത്. അബ്രാഹത്തിൻ്റെ സന്തതികൾ മഹാനദി മുതൽ ഭൂമിയുടെ അതിർത്തികൾ വരെ അവകാശമാക്കും എന്നാണ് കർത്താവ് പറയുന്നത്. അബ്രാഹത്തിൻ്റെ സന്തതികൾ ഇവയെല്ലാം അവകാശമാക്കാൻ ഇടവരുമെന്ന് അവൻ ലഭിച്ചത് എന്താ? അത് അവകാശമാക്കാൻ ഇടവരുമെന്ന് അവന് ലഭിച്ചത് എന്താണ്? അവന് ലഭിച്ചത് വാഗ്ദാനം. അബ്രാഹത്തിൻ്റെ സന്തതി ഇവയിൽ അവകാശമാക്കാൻ ഇടവരുമെന്ന് അവൻ ലഭിച്ചത് വാഗ്ദാനമാണ്. അപ്പം 44:21 അതിനാൽ അവൻ്റെ സന്തതി വഴി ജനതകൾ അനുഗ്രഹിക്കപ്പെടുമെന്ന് കർത്താവ് അവനോട് ശപഥം ചെയ്തു. ഭൂമിയിലെ മണൽത്തരി പോലെ അവനെ വർദ്ധിപ്പിക്കുമെന്നും അവൻ്റെ സന്തതി ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ പെരുകുമെന്നും അവർ സമുദ്രം മുതൽ സമുദ്രം വരെയും മഹാനദി മുതൽ ഭൂമിയുടെ അതിർത്തികൾ വരെയും അവകാശമാക്കാൻ ഇടവരുത്തുമെന്നും അവന് വാഗ്ദാനം ലഭിച്ചു. 44:22 ഇസഹാക്കിന് പിതാവായ അബ്രാഹാം മൂലം അതേ വാഗ്ദാനം നൽകപ്പെട്ടു. അപ്പം ആർക്കാണ് പിതാവായ അബ്രാഹാം മൂലം ഇതേ വാഗ്ദാനം നൽകപ്പെട്ടത്? ഇസഹാക്കിനാണ് പിതാവായ അബ്രാഹാം മൂലം ഇതേ വാഗ്ദാനം നൽകപ്പെട്ടത്. 44:22 ഇസഹാക്കിന് പിതാവായ അബ്രാഹാം മൂലം അതേ വാഗ്ദാനം നൽകപ്പെട്ടു. 44:23 എല്ലാ മനുഷ്യർക്കും വേണ്ടിയുള്ള അനുഗ്രഹവും ഉടമ്പടിയും യാക്കോബിൻ്റെ ശിരസിൽ അവിടുന്ന് വെച്ചു. അവിടുന്ന് അവനെ അംഗീകരിച്ച് പൈതൃക അവകാശം നൽകി. അവിടുന്ന് ഓഹരി നിശ്ചയിച്ച് അത് 12 ഗോത്രങ്ങൾക്കായി ഭാഗിച്ചു കൊടുത്തു. അപ്പം പ്രഭാഷകൻ 44 അവസാനമായി വിവരിക്കുന്ന പൂർവ്വപിതാവ് ആരാണ്? അവസാനമായി വിവരിക്കുന്ന പൂർവ്വപിതാവ് എന്ന് പറയുന്നത് യാക്കോബാണ്. അപ്പം യാക്കോബിനെ കുറിച്ചാണ് അവസാനമായിട്ട് പ്രഭാഷക ഗ്രന്ഥകാരന് ഈ 44-ാം അധ്യായത്തിൽ പറയുന്നത്. എല്ലാ മനുഷ്യർക്കും വേണ്ടിയുള്ള ഉടമ്പടിയെയും മറ്റെന്തിനേയും കുറിച്ചാണ് പ്രഭാഷകൻ പറയുന്നത്? എല്ലാ മനുഷ്യർക്കും വേണ്ടിയുള്ള ഉടമ്പടിയെയും അനുഗ്രഹത്തെയും കുറിച്ചും കൂടിയാണ് പ്രഭാഷകൻ പറയുന്നത്. എല്ലാ മനുഷ്യർക്കും അനുഗ്രഹവും ഉടമ്പടി യാക്കോബിലെ ശിരസിൽ വെച്ചു എന്നാണ് പ്രഭാഷക ഗ്രന്ഥകാരൻ പറയുന്നത്. എല്ലാ മനുഷ്യർക്കും വേണ്ടിയുള്ള അനുഗ്രഹവും ഉടമ്പടിയും അവിടുന്ന് യാക്കോബിൻ്റെ എവിടെ വെച്ചു എന്നാണ് പ്രഭാഷക ഗ്രന്ഥകാരൻ പറയുന്നത്. എല്ലാ മനുഷ്യർക്കും വേണ്ടിയുള്ള അനുഗ്രഹവും ഉടമ്പടിയും അവിടുന്ന് യാക്കോബിൻ്റെ ശിരസിൽ വെച്ചു എന്നാണ് പ്രഭാഷകൻ പറയുന്നത്. അവിടുന്ന് അല്ലെങ്കിൽ അത്യുന്നതൻ അവനെ എന്തു ചെയ്തു എന്നാണ് പ്രഭാഷകൻ പറയുന്നത്. അവിടുന്ന് അല്ലെങ്കിൽ അത്യുന്നതൻ അവനെ അംഗീകരിച്ച് പൈതൃകാവകാശം നൽകി എന്ന് പ്രഭാഷക ഗ്രന്ഥകാരൻ പറയുന്നു. അവിടുന്ന് അവനെ അംഗീകരിച്ച് പൈതൃകാവകാശം നൽകി. അവിടുന്ന് അത്യുന്നതന് അവനെ അംഗീകരിച്ച് എന്താണ് നൽകിയത്? പൈതൃക അവകാശം അല്ലെങ്കിൽ അവകാശമാണ് അവർക്ക് നൽകിയത്. അവിടുന്ന് അവനെ അംഗീകരിച്ച് പൈതൃക അവകാശം നൽകി. അവിടുന്ന് എന്ത് നിശ്ചയിച്ചതിനെക്കുറിച്ചാണ് പ്രഭാഷകൻ പറയുന്നത്? അവിടുന്ന് ഓഹരി നിശ്ചയിച്ചതിനെക്കുറിച്ചാണ് പ്രഭാഷക ഗ്രന്ഥകാരൻ പറയുന്നത്. അവിടുന്ന് ഓഹരി നിശ്ചയിച്ച് അത് 12 ഗോത്രങ്ങൾക്കായി ഭാഗിച്ചു കൊടുത്തു. അവിടുന്ന് ഓഹരി നിശ്ചയിച്ചതിന് ശേഷം എന്താണ് ചെയ്തത്? അത് ഭാഗിച്ചു കൊടുത്തു. അത് 12 ഗോത്രങ്ങൾക്കായി ഭാഗിച്ചു കൊടുത്തു. അവിടുന്ന് ഓഹരി നിശ്ചയിച്ച് അത് 12 ഗോത്രങ്ങൾക്കായി ഭാഗിച്ചു കൊടുത്തു. അവിടുന്ന് ഓഹരി നിശ്ചയിച്ച് ആർക്കാണ് ഭാഗിച്ചു കൊടുത്തത്? അവിടുന്ന് ഓഹരി നിശ്ചയിച്ച് 12 ഗോത്രങ്ങൾക്കാണ് ഭാഗിച്ചു കൊടുത്തത്. അവിടുന്ന് ഓഹരി നിശ്ചയിച്ച് അത് 12 ഗോത്രങ്ങൾക്കായി ഭാഗിച്ചു കൊടുത്തു. 44:23 എല്ലാ മനുഷ്യർക്കും വേണ്ടിയുള്ള അനുഗ്രഹവും ഉടമ്പടിയും യാക്കോബിൻ്റെ ശിരസിൽ അവിടുന്ന് വെച്ചു. അവിടുന്ന് അവനെ അംഗീകരിച്ച് പൈതൃക അവകാശം നൽകി. അവിടുന്ന് ഓഹരി നിശ്ചയിച്ച് അത് 12 ഗോത്രങ്ങൾക്കായി ഭാഗിച്ചു കൊടുത്തു. അപ്പം ആ ഭാഗം കഴിഞ്ഞിരിക്കുകയാണ്. അപ്പം അബ്രാഹാം, ഇസ്ഹാക്ക്, യാക്കോബ് എന്ന ശീർഷകത്തിന് കീഴിൽ വരുന്ന 19 മുതൽ 23 വരെയുള്ള വചനഭാഗങ്ങൾ നമുക്ക് ഒരിക്കൽ കൂടി വായിച്ച് ഹൃദിസ്ഥമാക്കാം. അബ്രാഹാം, ഇസ്ഹാക്ക്, യാക്കോബ്. 44:19 അനേക ജനതകളുടെ പൂർവ്വപിതാവായിരുന്നു അബ്രാഹാം. മഹത്വത്തിൽ അവന് സമനായി ആരുമില്ല. 44:20 അവൻ അത്യുന്നതന്റെ നിയമം പാലിക്കുകയും അവിടുന്ന് അവനുമായി ഉടമ്പടിയിൽ ഏർപ്പെടുകയും ചെയ്തു. അവൻ സ്വശരീരത്തിൽ ഉടമ്പടിയുടെ മുദ്ര പതിച്ചു. പരീക്ഷിക്കപ്പെട്ടപ്പോൾ അവൻ വിശ്വസ്തത തെളിയിച്ചു. 44:21 അതിനാൽ അവൻ്റെ സന്തതി വഴി ജനതകൾ അനുഗ്രഹിക്കപ്പെടുമെന്ന് കർത്താവ് അവനോട് ശപഥം ചെയ്തു. ഭൂമിയിലെ മണൽത്തരി പോലെ അവനെ വർദ്ധിപ്പിക്കുമെന്നും അവൻ്റെ സന്തതി ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ പെരുകുമെന്നും അവർ സമുദ്രം മുതൽ സമുദ്രം വരെയും മഹാനദി മുതൽ ഭൂമിയുടെ അതിർത്തികൾ വരെയും അവകാശമാക്കാൻ ഇടവരുത്തുമെന്നും അവന് വാഗ്ദാനം
ലഭിച്ചു. 44:22 ഇസഹാക്കിന് പിതാവായ അബ്രാഹാം മൂലം അതേ വാഗ്ദാനം നൽകപ്പെട്ടു. 44:23 എല്ലാ മനുഷ്യർക്കും വേണ്ടിയുള്ള അനുഗ്രഹവും ഉടമ്പടിയും യാക്കോബിൻ്റെ ശിരസ്സിൽ അവിടുന്ന് വെച്ചു. അവിടുന്ന് അവനെ അംഗീകരിച്ച് പൈതൃക അവകാശം നൽകി. അവിടുന്ന് ഓഹരി നിശ്ചയിച്ച് അത് 12 ഗോത്രങ്ങൾക്കായി ഭാഗിച്ചു കൊടുത്തു. ഇനി നമുക്ക് ആദ്യം മുതൽ 1-ാം വാക്യം മുതൽ നമുക്കൊന്നും കൂടി ഒന്ന് വായിച്ച് ഇത്രയും ഭാഗം ഉറപ്പിക്കാം. പിതാക്കന്മാരുടെ മഹത്വം. 44:1 നമുക്ക് ഇപ്പോൾ മഹത്തുക്കളെയും നമ്മുടെ പൂർവ്വപിതാക്കന്മാരെയും തലമുറ ക്രമത്തിൽ പ്രകീർത്തിക്കാം. 44:2 കർത്താവ് ആദ്യം മുതൽ തന്നെ തൻ്റെ പ്രതാപവും മഹത്വവും അവർക്ക് ഓഹരിയായി നൽകി. 44:3 രാജാക്കന്മാരും കീർത്തിയുറ്റ ബലശാലികളും ജ്ഞാനത്താൽ ഉപദേശം നൽകിയവരും പ്രവാചകന്മാരും അവരുടെ ഇടയിൽ ഉണ്ടായിരുന്നു. 44:4 ആലോചനകളാലും നിയമപരിജ്ഞാനത്താലും ജനത്തിന് നേതൃത്വം കൊടുത്തവരും വിവേകപൂർവമായ ഉപദേശം നൽകിയവരും ആ കൂട്ടത്തിലുണ്ടായിരുന്നു. 44:5 ചിലർ സംഗീതജ്ഞന്മാരും കവികളുമായിരുന്നു. 44:6 വിഭവസമൃദ്ധിയുള്ളവരും സ്വവസതികളിൽ സമാധാനപൂർവ്വം വസിച്ചവരുമാണ് ചിലർ. 44:7 ഇവർ തങ്ങളുടെ തലമുറകളിൽ ബഹുമാനിതരും കാലത്തിൻ്റെ മഹിമയും ആയിരുന്നു. 44:8 ജനങ്ങളെ പ്രകൃതിച്ച് പ്രസിദ്ധരാണ് ചിലർ. 44:9 സ്മരണാവശേഷിപ്പിക്കാതെ മാഞ്ഞു പോയവരുമുണ്ട്. ജീവിക്കുകയോ ജനിക്കുക പോലുമോ ചെയ്തില്ലെന്ന് തോന്നുമാറ് അവർ മൺമറഞ്ഞു. അവരുടെ മക്കളും അങ്ങനെ തന്നെ. 44:10 എന്നാൽ അവർ കാരുണ്യമുള്ളവരായിരുന്നു. അവരുടെ സൽപ്രവൃത്തികൾ വിസ്മരിക്കപ്പെട്ടിട്ടില്ല. 44:11 അവരുടെ ഐശ്വര്യം അവരുടെ പിൻഗാമികളിലും അവരുടെ അവകാശം മക്കളുടെ മക്കളിലും നിലനിൽക്കും. 44:12 അവരുടെ സന്തതികൾ ഉടമ്പടികൾ പാലിക്കും. അവരുടെ മക്കളും അവയ്ക്ക് വേണ്ടി നിലകൊള്ളും. 44:13 അവരുടെ ഭാവി തലമുറകൾ എന്നേക്കും നിലനിൽക്കും. അവരുടെ പ്രതാപം മാഞ്ഞു പോവുകയില്ല. 44:14 അവർ സമാധാനത്തിൽ സംസ്കരിക്കപ്പെട്ടു. അവരുടെ പേര് തലമുറകൾ തോറും നിലനിൽക്കും. 44:15 അവരുടെ വിജ്ഞാന ജനതകൾ പ്രഘോഷിക്കും. സമൂഹം അവരെ പ്രകീർത്തിക്കുകയും ചെയ്യും. ഹെനോക്ക് നോഹ. 44:16 ഹെനോക്ക് കർത്താവിനെ പ്രീതിപ്പെടുത്തി. അവൻ ഉന്നതത്തിലേക്ക് സംവഹിക്കപ്പെട്ടു. എല്ലാ തലമുറകൾക്കും അവൻ അനുതാപത്തിൻ്റെ മാതൃകയാണ്. 44:17 നോഹ തികഞ്ഞ നീതിമാനായിരുന്നു. വിനാശത്തിൻ്റെ നാളിൽ ഒഴിവാക്കപ്പെട്ട മുളയായിരുന്നു അവൻ. അങ്ങനെ ജലപ്രളയത്തിന് ശേഷം ഭൂമിയിൽ ഒരു ഭാഗം നിലനിന്നു. 44:18 മർത്യകുലം ജലപ്രളയത്താൽ നശിപ്പിക്കപ്പെടുകയില്ലെന്ന നിത്യമായ ഉടമ്പടി അവനുമായി ചെയ്യപ്പെട്ടു. അബ്രാഹാം, ഇസഹാക്ക്, യാക്കോബ്. 44:19 അനേക ജനതകളുടെ പൂർവ്വപിതാവായിരുന്നു അബ്രാഹാം. മഹത്വത്തിൽ അവന് സമനായി ആരുമില്ല. 44:20 അവൻ അത്യുന്നതൻ്റെ നിയമം പാലിക്കുകയും അവിടുന്ന് അവനുമായി ഉടമ്പടിയിൽ ഏർപ്പെടുകയും ചെയ്തു. അവൻ സ്വശരീരത്തിൽ ഉടമ്പടിയുടെ മുദ്ര പതിച്ചു. പരീക്ഷിക്കപ്പെട്ടപ്പോൾ അവൻ വിശ്വസ്തത തെളിയിച്ചു. 44:21 അതിനാൽ അവൻ്റെ സന്തതി വഴി ജനതകൾ അനുഗ്രഹിക്കപ്പെടുമെന്ന് കർത്താവ് അവനോട് ശപഥം ചെയ്തു. ഭൂമിയിലെ മണൽത്തരി പോലെ അവനെ വർദ്ധിപ്പിക്കുമെന്നും അവൻ്റെ സന്തതി ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ പെരുകുമെന്നും അവർ സമുദ്രം മുതൽ സമുദ്രം വരെയും മഹാനദി മുതൽ ഭൂമിയുടെ അതിർത്തികൾ വരെയും അവകാശമാക്കാൻ ഇടവരുത്തുമെന്നും അവന് വാഗ്ദാനം ലഭിച്ചു. 44:22 ഇസഹാക്കിന് പിതാവായ അബ്രാഹാം മൂലം അതേ വാഗ്ദാനം നൽകപ്പെട്ടു. 44:23 എല്ലാ മനുഷ്യർക്കും വേണ്ടിയുള്ള അനുഗ്രഹവും ഉടമ്പടിയും യാക്കോബിൻ്റെ ശിരസ്സിൽ അവിടുന്ന് വെച്ചു. അവിടുന്ന് അവനെ അംഗീകരിച്ച് പൈതൃക അവകാശം നൽകി. അവിടുന്ന് ഓഹരി നിശ്ചയിച്ച് അത് 12 ഗോത്രങ്ങൾക്കായി ഭാഗിച്ചു കൊടുത്തു. 44-ാം അധ്യായവും നമ്മൾ ഇവിടെ പൂർത്തിയാക്കിയിരിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിച്ചുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. അപ്പം ഈ ഭാഗങ്ങൾ നിങ്ങൾ ഒരിക്കൽ കൂടി വായിച്ച് ഹൃദയസ്ഥമാക്കാനായിട്ട് ശ്രദ്ധിക്കുക. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. നന്ദി.